അന്ന് 13/5/2015 ശ്രീലങ്കയിലെ വിദ്യ എന്നു പേരുള്ള 18 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി സൈക്കിളിൽ തന്റെ സ്കൂളിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ സ്കൂളിലേക്ക് പോയ ആ പെൺകുട്ടിയെ 9 പേർ ചേർന്ന് ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയാണ്. 2015 ശ്രീലങ്കയിൽ വിദ്യയുടെ കേസ് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. 13 വയസ്സുകാരൻ മുതൽ പാർട്ടിയിൽ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആളുവരെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തിനു പറയുന്നു, വിദ്യയ്ക്ക് സംഭവിച്ച ഈ ക്രൂരതകളെല്ലാം വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ട് അത് കോടികൾക്ക് വിൽക്കാനായിട്ട് അവളെ പീഡിപ്പിച്ചവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഈ കേസിലെ മുഖ്യപ്രതി പിടിയിലായതിനു ശേഷം അവനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പ്രമുഖർ തലകുത്തി നിന്ന് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. 18 വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയായ വിദ്യയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? വിദ്യയും ഈ പറയുന്ന പ്രമുഖരും തമ്മിൽ എന്താണ് ബന്ധം? പ്രതികളെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം പ്രതികൾ പോലീസിനോട് പറഞ്ഞത് എന്തൊക്കെയാണ്? 2015 ശ്രീലങ്കയെ തന്നെ വിറപ്പിച്ച വിദ്യാ കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ അക്ബർ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദി ട്രൂ ഫയൽസ്. വെൽക്കം ബാക്ക്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ക്രൈം, ഗോസ്റ്റ്, ഹിസ്റ്ററി, മിസ്റ്ററി, സോൾഡ്, അൺസോൾഡ് കേസസ്, ഇൻവെസ്റ്റിഗേഷൻ വീഡിയോസ് ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ചെറിയ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കുറേ പേർ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഒരു ലൈക്ക് പോലും തരുന്നില്ല. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു ഊർജ്ജമാണ്. നവംബർ 25 മൻകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് വിദ്യ ജനിക്കുന്നത്. വിദ്യ തന്റെ വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം ദൂരമുള്ള മഹാവിദ്യാലയം എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിക്കുന്നത്. സ്കൂളുള്ള എല്ലാ ദിവസവും വീട്ടിനടുത്തുള്ള തന്റെ സുഹൃത്തുക്കളോടൊപ്പം സൈക്കിളിലാണ് വിദ്യ സ്കൂളിലേക്ക് പോകാറുള്ളത്. എന്നാൽ ആ ദിവസം മെയ് 15, 2015 വിദ്യ തനിച്ചാണ് സ്കൂളിലേക്ക് പോയത്. ആ ദിവസം വിദ്യ ആ സ്കൂളിലേക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള കാരണം, ഓരോ ദിവസവും വിദ്യ പഠിക്കുന്ന ക്ലാസ് റൂം ഓരോ കുട്ടികളാണ് ക്ലീൻ ചെയ്യുക. അങ്ങനെ 13-ാം തീയതി വിദ്യ പഠിക്കുന്ന ആ ക്ലാസ് റൂം വൃത്തിയാക്കേണ്ടത് വിദ്യയായിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യ രാവിലെ റെഡിയായിട്ട് 7:25 തന്നെ തന്റെ സ്കൂളിലേക്ക് പോവുകയാണ്. വിദ്യയ്ക്ക് നിശാന്തൻ എന്നു പേരുള്ള ഒരു ചേട്ടനുണ്ട്. ഇത്തരത്തിൽ വിദ്യ ഒറ്റയ്ക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ നിശാന്തനാണ് വിദ്യയെ അദ്ദേഹത്തിന്റെ ബൈക്കിൽ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യുക. എന്നാൽ ആ ദിവസം നിശാന്തന് അത്യാവശ്യമായി പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. വിദ്യയുടെ സ്കൂള് 2 മണിക്കാണ് അവസാനിക്കുക. 3 മണിക്കൊക്കെ വിദ്യ വീട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുകയുണ്ടായിരുന്നു. എന്നാൽ അന്ന് 3 മണി കഴിഞ്ഞിട്ടും വീട്ടിലേക്ക് വിദ്യ തിരിച്ചെത്തിയില്ല. വീട്ടുകാർ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോഴും വിദ്യ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. അതുകൊണ്ട് തന്നെ വിദ്യയുടെ വീട്ടുകാർ നേരെ സ്കൂളിലേക്ക് പോയിട്ട് അന്വേഷിക്കുകയാണ്. ഇതിൽ വളരെ വിഷമമുണർത്തുന്ന കാര്യം എന്താണെന്നാൽ, ഇവർ പോകുന്ന വഴിയിൽ നിന്നും ഏകദേശം 250 മീറ്റർ ദൂരെ മാറിയിട്ട് ഒരു കാടിന്റെ ഉള്ളിൽ വിദ്യ അതിക്രൂരമായിട്ട് വേദന സഹിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നുവെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു. അതറിയാതെ ഇവർ ആ റോഡ് കടന്ന് സ്കൂളിലേക്ക് പോവുകയാണ്. അങ്ങനെ വിദ്യയുടെ വീട്ടുകാർ സ്കൂളിലേക്ക് വന്ന് വിദ്യയെ അന്വേഷിക്കുകയാണ്. അപ്പോൾ വിദ്യ സ്കൂളിലേക്ക് വന്നിട്ടില്ല എന്നാണ് സ്കൂൾ അധികൃതർ പറഞ്ഞത്. മാത്രമല്ല ആ സ്കൂളിന് പുറത്ത് ഇവരുടെ റിലേറ്റീവിന്റെ ഒരു ഷോപ്പുണ്ട്. അയാളോട് അന്വേഷിച്ചപ്പോഴും അയാൾ ഇന്ന് വിദ്യയെ കണ്ടില്ല എന്നാണ് പറഞ്ഞത്. ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞതും വിദ്യയുടെ ചേട്ടനും അമ്മയും ഭയങ്കര നല്ല രീതിയിൽ പേടിക്കുകയാണ്. ഉടനെ തന്നെ അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങളുടെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുക്കുകയാണ്. ഇതിന് മറുപടിയായിട്ട് പോലീസുകാർ ആ അമ്മയോടും ചേട്ടനോടും പറഞ്ഞ കാര്യം, നിങ്ങളുടെ മകൾ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടാകുകയെന്നും ഇതേപോലുള്ള വാക്കുകൾ പറഞ്ഞ് ഒട്ടും ഉത്തരവാദിത്തമില്ലാതെ ആ പോലീസുകാർ അവരെ തിരിച്ചയക്കുകയാണ്. പോലീസുകാരുടെ ആ ഒരു പെരുമാറ്റത്തിൽ പോലീസുകാർ തന്റെ മകളെ അന്വേഷിക്കില്ല എന്ന് കണ്ടു തന്നെ ഇവർ മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ്. ആ സ്റ്റേഷനിലുണ്ടായിരുന്നത് ഒരു ലേഡി ഓഫീസർ ആണെങ്കിൽ കൂടി അവർ ആ കംപ്ലൈന്റ് ഫയൽ ചെയ്തത് പോലുമില്ല. അങ്ങനെ നാട്ടുകാരെല്ലാവരും പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് വലിയ രീതിക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്ന് രാത്രി 9 മണിക്ക് ഈ കേസ് ഫയൽ ചെയ്യുകയാണ്. 9 മണിക്ക് കേസ് രജിസ്റ്റർ ചെയ്തുവെങ്കിലും ദിവ്യ അന്വേഷിക്കാൻ ആ പോലീസുകാർ മെനക്കെട്ടില്ല. ഇങ്ങനെ പോലീസ് തന്റെ മകളെ അന്വേഷിക്കാൻ വരുന്നില്ല എന്ന് കണ്ട വിദ്യയുടെ ചേട്ടനും അമ്മയും നാട്ടുകാരും അവർ വിദ്യയെ അന്വേഷിച്ച് ഇറങ്ങാൻ തുടങ്ങി. പക്ഷേ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ടും വിദ്യയെക്കുറിച്ച് യാതൊരു തെളിവും ലഭിച്ചില്ല. സമയം അർദ്ധരാത്രി വരെയും അന്വേഷിച്ചു, പക്ഷേ വിദ്യയെ കണ്ടുകിട്ടിയില്ല. ഇനി രാവിലെ പരിശോധിക്കാം, രാവിലെ അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞ് അവരവരുടെ വീട്ടിൽ പോവുകയാണ്. ആ ഒരു രാത്രി വിദ്യയുടെ അമ്മയുടെയും ചേട്ടന്റെയും മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. നരകമായിരിക്കും.
എന്റെ മകൾ എവിടെയായിരിക്കും, അല്ലെങ്കിൽ എന്റെ അനുജത്തി എവിടെയായിരിക്കും, അവൾക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക, അവൾക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, അവൾക്ക് യാതൊന്നും സംഭവിക്കില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പല പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടായിരിക്കും അവർ ആ ഒരു രാത്രി കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവുക. തൊട്ടടുത്ത ദിവസം പുലർച്ചെ വിദ്യയുടെ ചേട്ടൻ വിദ്യയുടെ വീട്ടിൽ വളർത്തുന്ന 2 നായ്ക്കളെയും കൊണ്ട് വിദ്യ അന്വേഷിച്ച് ഇറങ്ങുകയാണ്. ആ നാട്ടിലെ ചില ആളുകളും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. വിദ്യയുടെ വീട്ടിൽ നിന്ന് ഏകദേശം 500 മീറ്റർ മാറി, അതായത് 1/2 കിലോമീറ്റർ 3/4 കിലോമീറ്റർ മാറി ഒരു കാട് പോലെയുള്ള ഒരു പ്രദേശമുണ്ട്. ആളുകളൊന്നും അധികം സഞ്ചരിക്കാത്ത ഒരു ഭാഗമുണ്ട്, ഒരു കാടിന്റെ ഭാഗം. ആ ഒരു ഭാഗത്ത് അവിടെ എത്തിയ സമയത്ത് വിദ്യയുടെ ചേട്ടന്റെ അടുത്ത് വിദ്യയുടെ 2 നായ്ക്കളും ഉണ്ടായിരുന്നു. മാത്രമല്ല ആ നായ്ക്കൾ ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ട് നല്ല രീതിയിൽ കുരയ്ക്കാനും തുടങ്ങുകയാണ്. എന്താണ് അവിടെ എന്ന് പറഞ്ഞ് ആ ചേട്ടൻ അവിടേക്ക് പോയി നോക്കുന്ന സമയത്ത് വിദ്യ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ആ ഒരു സൈക്കിൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല മറ്റൊരു നായ വിദ്യ ധരിച്ച ഷൂ ഒരെണ്ണം കടിച്ചു പിടിച്ചിട്ട് ആ ചേട്ടന്റെ അടുത്തേക്ക് വരികയാണ്. ഈ നായ ഇത് എവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്ന് അറിയാൻ വേണ്ടി നിശാന്തൻ ആ നായയെ ഫോളോ ചെയ്ത് പോവുകയാണ്. അങ്ങനെ പതിയെ പതിയെ ആ നായയെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാടിന്റെ ഉൾഭാഗത്തേക്കാണ് ആ നായ പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനം ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു ബിൽഡിങ്ങിന്റെ മുന്നിൽ പോയി ആ നായ നിൽക്കുകയാണ്. അപ്പോൾ നിശാന്തൻ എന്താണ് ആ കെട്ടിടത്തിന്റെ ഉള്ളിലുള്ളത്, എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ ചെന്ന് നോക്കിയ സമയത്ത് ഒരു ചേട്ടനും കാണാൻ പാടില്ലാത്ത കാഴ്ചയാണ് അയാൾ അവിടെ കണ്ടത്. അത് വിദ്യ ശരീരത്തിൽ ഒരു തുണി പോലുമില്ലാതെ കൊടൂരമായിട്ട് മരിച്ചു കിടക്കുന്നതാണ് ആ ചേട്ടൻ അവിടെ കണ്ടത്. ഭീകരമായിട്ടുള്ള ഈ ഒരു കാഴ്ച കണ്ട് താങ്ങാനാകാതെ നിശാന്തൻ അവിടെ തന്നെ തലകറങ്ങി വീഴുകയും ചെയ്തു. ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ സംഭവിക്കില്ല എന്ന രീതിയിലായിരുന്നു വിദ്യ അതിനുള്ളിൽ കിടന്നിട്ടുണ്ടായിരുന്നത്. അതായത് വിദ്യയുടെ 2 കാലും 2 ഭാഗത്തേക്ക് വലിച്ചു വെച്ചിട്ട് ഒരു കാല് ഒരു മരത്തിൽ കെട്ടിവെച്ചിട്ടുണ്ട്, മറ്റേ കാല് വേറൊരു ഭാഗത്തേക്കും വലിച്ച് കെട്ടിവെച്ചിട്ടുണ്ട്. വിദ്യയുടെ 2 കൈകളും തലയ്ക്ക് പിറകിൽ ഇങ്ങനെ വെച്ചിട്ട് വിദ്യയുടെ റിബൺ കൊണ്ട് തന്നെയാണ് കൈകൾ അവർ കെട്ടിയിരിക്കുന്നത്. വിദ്യയുടെ മുഖവും ചുണ്ടും കണ്ണുമെല്ലാം നല്ല രീതിയിൽ വീങ്ങിയ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല വിദ്യയുടെ വായിൽ വിദ്യയുടെ ഉൾവസ്ത്രം വെച്ച് തിരികെ വെച്ചിരിക്കുകയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചത് രാവിലെ 7 മണിയോടെയാണ്. ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെയുള്ള നാട്ടുകാരെല്ലാം വിവരം അറിയിക്കുന്നുണ്ട്. പക്ഷേ കുറെ കഴിഞ്ഞും പോലീസുകാർ ആ ഒരു ഭാഗത്തേക്ക് വന്നത് പോലുമില്ല. അങ്ങനെ അവസാനം പോലീസുകാർ 11:45 കൂടിയാണ് ക്രൈം സീനിലേക്ക് വരുന്നത്. ഈ ഒരു കാര്യം അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടാക്കിയത്. ജനങ്ങൾ പോലീസുകാർക്കെതിരെ കയർക്കാനും അതേപോലെ തന്നെ അവരെ വലിയ രീതിയിൽ വഴക്ക് പറയാനും ചീത്ത പറയാനും തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത പ്രതികളെ എത്രയും പെട്ടെന്ന് പിടിക്കണമെന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ജനങ്ങൾക്കിടയിൽ ഒരു പ്രതിഷേധം ജനരോക്ഷമായി പുറപ്പെട്ടു. പോലീസുകാർ ചിന്തിച്ചു കാണില്ല ഇത് ഇത്ര വലിയൊരു പ്രശ്നമാകുമെന്ന്. അത്തരത്തിലുള്ള ഒരു സംഭവമാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ഈ കേസ് ബന്ധപ്പെട്ട് കുറച്ചുപേരെ ജനങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. ജനങ്ങൾ പറഞ്ഞ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ അവരെല്ലാം അറസ്റ്റ് ചെയ്യുകയാണ്. മെയ് 15-ാം തീയതിയാണ് വിദ്യയുടെ ശരീരത്തെ അടക്കം ചെയ്തത്. ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തതിനു ശേഷവും 5 പേരെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസുകാർ പ്രതികളെ 5 പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ജനങ്ങളെല്ലാം തന്നെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. ഇവരെ ഞങ്ങൾക്ക് വിട്ടുതരൂ എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ പ്രതിഷേധിക്കാൻ തുടങ്ങി. അവസാനം പോലീസുകാർ അവരെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ജനങ്ങളുടെ കയ്യിൽ കിട്ടാത്ത വിധത്തിലുള്ള അവരുടെ പേഴ്സണലായിട്ടുള്ള മറ്റൊരു സ്ഥലത്തേക്ക് പ്രതികളെ പോലീസ് മാറ്റുകയായിരുന്നു. പോലീസ് വളരെ പെട്ടെന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തുവെങ്കിലും ഈ ഒരു ക്രൂരകൃത്യം ചെയ്ത പ്രധാന പ്രതി 1-ാം പ്രതിയായിട്ടുള്ള വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ള കാരണം അവന് പണബലവും രാഷ്ട്രീയ ബലവും അത്രയും കൂടുതലായിരുന്നു. സിസ്കുമാർ എന്നാണ് അവന്റെ പേര്. പോലീസുകാരുടെയും ജനങ്ങളുടെയും കണ്ണിൽ പെടാതെ ഒളിഞ്ഞിരുന്ന സിസ്കുമാർ ഒരു ദിവസം ആ നാട്ടിലേക്ക് ആരും അറിയാതെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ നാട്ടിലെ ചിലർ സിസ്കുമാറിനെ കണ്ടുപിടിക്കുകയും അവനൊരു മരത്തിൽ കെട്ടിയിട്ട് നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സിസ്കുമാറിന് പണബലവും രാഷ്ട്രീയ ബലവും കൂടുതലുള്ളത് കൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലെ ചില പ്രമുഖർ ആ സ്ഥലത്തേക്ക് വന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇവനെ പോലീസിനെ വിട്ടുകൊടുക്കൂ എന്ന്. അങ്ങനെ ആ രാഷ്ട്രീയത്തിലെ പ്രമുഖർ പറഞ്ഞതുകൊണ്ട് മാത്രം ജനങ്ങൾ പോലീസിനെ അവനെ വിട്ടുകൊടുക്കുകയാണ്. വിദ്യയുടെ കേസുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് 9 പേരെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. ആ 9 പേരുടെ ഡീറ്റെയിൽസ് ഇതാണ്: ചിന്നരാജ എന്ന ഇന്ദ്രകുമാർ, അതേപോലെ തന്നെ ജയകുമാർ എന്ന രവി, തവകുമാർ എന്ന സെന്തൽ, അതേപോലെ തന്നെ ശശീന്ദ്രൻ എന്ന ശശി, ചന്ദ്രസൻ എന്നു പേരുള്ള ചന്ദ്ര, അതേപോലെ തന്നെ തുഷിതൻ എന്നു പേരുള്ള പെരിയതമ്പി, പളനി രൂപസിംഗം എന്നു പേരുള്ള നിശാന്തൻ, അതേപോലെ തന്നെ ജയരഥൻ കോകിലൻ എന്നു പേരുള്ള കണ്ണൻ. അവസാനം ഈ ഒരു കൃത്യത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ മഹാലിംഗം ശശികുമാർ എന്ന സിസ്കുമാർ. ഇതിലെ ചിന്നരാജ, രവി, സെന്തിൽ എന്ന് പറയുന്ന ഈ 3 പേർ ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ്. ഇവർ 3 പേർക്കും നേരത്തെ തന്നെ വിദ്യയുടെ കുടുംബത്തോട് വല്ലാത്ത ദേഷ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ദേഷ്യമെന്ന് ചോദിച്ചാൽ ഇവർ 3 പേരെയും മുമ്പ് ഒരു മോഷണത്തിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവർക്കെതിരെ കോടതിയിൽ സാക്ഷി പറഞ്ഞത് വിദ്യയുടെ അമ്മ സരസ്വതിയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇവരുടെ കുടുംബത്തോട് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണമെന്ന് ഇവരുടെ മനസ്സിലുണ്ടായിരുന്നത്. ഇനി ഇതിലെ ശശിയും സിസ്കുമാറും ചേട്ടൻ അനുജന്മാരാണ്. സിസ്കുമാറിന്റെ അളിയനാണ് പെരിയതമ്പി എന്ന് പേരുള്ളവനടക്കം ഈ കൂട്ടത്തിലുള്ള എല്ലാവരും സുഹൃത്തുക്കളാണ്, ബന്ധുക്കളാണ്, പരസ്പരം അറിയുന്നവരാണ്. എന്തിനു വേണ്ടിയാണ് ഇവർ ഇത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഈ ഒരു ക്രൂരത എന്ന് പറഞ്ഞാൽ അതിക്രൂരത ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്? അവളെ
അതായത് വിദ്യയെ കൊല ചെയ്തത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. സിസ്കുമാർ വലിയ ബിസിനസ്മാൻ ആണ്. അയാൾ തായ്ലാന്റിലേക്ക് പല സാധനങ്ങൾ കയറ്റയക്കുകയും അതേപോലെ തന്നെ തായ്ലാന്റിൽ നിന്ന് പല സാധനങ്ങളും എക്സ്പോർട്ട് ചെയ്യാറുമുണ്ട്. ഇതേപോലുള്ള ഇന്റർനാഷണൽ ലെവൽ ബിസിനസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അയാൾക്ക് സിസ്കുമാർ എന്ന് പേരും വന്നത്. സിസ്കുമാർ സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ വൃത്തികെട്ട ഒരു മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അതായത് പോൺ വെബ്സൈറ്റുകളിലെല്ലാത്തിലും നല്ല രീതിയിൽ തന്നെ അയാൾക്ക് ലിങ്ക് ഉണ്ട്. അത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് അതുവഴി ധാരാളം പണം സമ്പാദിക്കാറുമുണ്ടായിരുന്നു അയാൾ. ചെറിയ പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് അയാൾ ഇതേപോലുള്ള വെബ്സൈറ്റുകളിൽ തന്നെ വെക്കും, അതും നല്ല കോടി രൂപകൾക്ക്. ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ വിദ്യയുടെ കാര്യത്തിൽ ഇടപെടുന്നത്. സിസ്കുമാർ തന്റെ അളിയനായിട്ടുള്ള പെരിയത്തമ്പിയോട് ഇത്തരത്തിൽ വിദ്യയുടെ കാര്യം സംസാരിക്കുകയും ഇത്തരത്തിൽ വിദ്യ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ രൂപത്തിലാക്കി അത് വെബ്സൈറ്റിൽ വിറ്റാൽ പല കോടികൾ നമ്മളുടെ കയ്യിൽ വരുമെന്ന് അയാൾ തന്റെ അളിയനായിട്ടുള്ള പെരിയത്തമ്പിയുടെ അടുത്ത് സംസാരിക്കുകയാണ്. വിദ്യയുടെ ജീവിതത്തിൽ ആ നശിച്ച ദിവസം സംഭവിക്കുന്നതിന് മുൻപ് വിദ്യ തന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് അമ്മയെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞത് അത് നിന്റെ ഒരു തോന്നലായിരിക്കും, നീ ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെയാണ് അമ്മ പറഞ്ഞിട്ട് വിദ്യയെ സമാധാനിപ്പിച്ചത്. പോലീസുകാർ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത 9 പേര് കൂടാതെ മറ്റൊരു 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഉദയകുമാർ എന്ന പേരുള്ള ഒരാൾ മാപ്പ് സാക്ഷിയായിട്ടുണ്ട്. അയാൾ പോലീസുകാരോട് അന്ന് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ തുറന്നു പറയാനും തുടങ്ങുകയാണ്. ചന്ദ്ര, പെരിയത്തമ്പി, രവി, സെന്തിൽ എന്നീ 4 പേരും അവരുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ് എപ്പോഴും കൂടാറുള്ളത്. അങ്ങനെയുള്ളപ്പോഴാണ് പെരിയത്തമ്പി ബാക്കിയുള്ളവരോട് എല്ലാവരോടും പറയുന്നത്, എനിക്ക് വിദ്യയെ ഒരുപാട് ഇഷ്ടമാണ്. ഇത്തരത്തിൽ എന്റെ പ്രണയം ഞാൻ അവളോട് പറഞ്ഞപ്പോൾ അവൾ എന്നെ തല്ലുകയായിരുന്നുവെന്നും ബാക്കിയുള്ളവരോട് മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയുകയാണ് പെരിയത്തമ്പി. നിങ്ങൾ എങ്ങനെയെങ്കിലും അവളെ എന്റെ മുന്നിൽ നിർത്തി തരാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് രവിയും സെന്തിലും പറഞ്ഞത്, ഞങ്ങൾ നിർത്തിത്തരാം, ഞങ്ങൾ അതിന് തയ്യാറാണ്, പക്ഷെ ഞങ്ങൾക്ക് 23,000 രൂപ വേണമെന്ന് അവർ ആവശ്യപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ പെരിയത്തമ്പി അവരോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സിസ്കുമാറിന്റെ ഒരു പ്ലാനായിരുന്നു, ഇത്തരത്തിലുള്ള ഒരു പോൺ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മെയ് 11-ാം തീയതി അവർ തീരുമാനിച്ച ആ ഒരു പ്ലാൻ നടപ്പിലാക്കാൻ പോവുകയാണ്. എന്നാൽ ആ ദിവസം വിദ്യയുടെ സുഹൃത്തുക്കളുടെ കൂടെയാണ് സ്കൂളിലേക്ക് പോയത്. തൊട്ടടുത്ത ദിവസം മെയ് 12-ാം തീയതി വിദ്യ സ്കൂളിലേക്കും പോയില്ല. അങ്ങനെ ആ ദിവസവും ഒന്നും നടന്നില്ല. അങ്ങനെ മെയ് 13-ാം തീയതി അവർ വിചാരിച്ച പോലെ വിദ്യ തനിച്ച് സ്കൂളിലേക്ക് പോവുകയാണ്. ആളുകൾ അധികം സഞ്ചരിക്കാത്ത ആ ഒരു സ്ഥലത്ത് എത്തിയ സമയത്ത് പെരിയത്തമ്പി പെട്ടെന്ന് വിദ്യയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് നിനക്കെന്നെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞ് വിദ്യയുടെ മുഖത്ത് അയാൾ ആഞ്ഞടിക്കുകയാണ്. ഉടനെ അവരെല്ലാവരും ചേർന്ന് വിദ്യയെ ആ ഒരു ഉൾഭാഗത്തേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് മാറി മാറി എല്ലാവരും ശാരീരികമായിട്ട് വിദ്യയെ നശിപ്പിക്കുകയാണ്. ഇവരെല്ലാവരും വിദ്യയുടെ ഈ ക്രൂരത ചെയ്യുന്നത് സിസ്കുമാർ തന്റെ ക്യാമറയിൽ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു 13 വയസ്സുകാരൻ പയ്യന്റെ ഒരു സാക്ഷിമൊഴി ഉണ്ടായിരുന്നു. അതിൽ പറയുന്നത്, ആ പയ്യൻ ആ ഒരു സമയത്ത് ഇവർ വിദ്യ ഇത്തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു ഭാഗത്തെ കൂടെ അവൻ പോയിട്ടുണ്ടായിരുന്നു. അവന്റെ ഫ്രണ്ടിന്റെ കൂടെ ഒരു സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ചവിട്ടുന്ന സൈക്കിളിൽ പെഡലില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ചെരുപ്പ് നിലത്ത് വീഴുകയാണ്. ആ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അവൻ തിരിച്ച് ചെരുപ്പ് അന്വേഷിച്ച് നടന്നു പോവുകയാണ്. അപ്പോൾ ഏതൊരു സ്ത്രീ വലിയ വെപ്രാളത്തിൽ കരയുന്ന, വേദനയിൽ കരയുന്ന ഒരു ശബ്ദം ഇവൻ കേട്ടിട്ടുണ്ടായിരുന്നു. വല്ല യക്ഷിയോ പ്രേതമോ ആയിരിക്കുമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും ഓടി പോവുകയാണ്. അവൻ ഇത്ര വെപ്രാളത്തിൽ അവന്റെ കൂട്ടുകാരന്റെ കൂടെ അവൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രവി എന്ന പേരുള്ള ഒരുത്തൻ, മഞ്ഞ ഷർട്ടിട്ട് ഒരുത്തൻ ആ ഒരു ഭാഗത്ത് നിന്നിട്ടുണ്ടായിരുന്നുവെന്ന് പിന്നീട് ഈ പയ്യൻ പോലീസിന് മൊഴി കൊടുക്കുകയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു സാക്ഷി പറഞ്ഞിട്ടുള്ളത്, വിദ്യ സംഭവം നടക്കുന്നതിന്റെ തൊട്ട് ദിവസം മുൻപ് വിദ്യ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് കാറിൽ സിസ്കുമാറും അതേപോലെ തന്നെ രവിയും സെന്തിലും 3 പേരും വിദ്യയെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും അയാൾ പോലീസിനോട് മൊഴി കൊടുക്കുകയാണ്. വിദ്യയുടെ കേസിൽ മാപ്പ് സാക്ഷിയായവൻ പറഞ്ഞത്, പെരിയത്തമ്പിയുടേത് യഥാർത്ഥ പ്രണയമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിനെല്ലാം കൂടെ നിന്നത്. വിദ്യയെ അടിച്ച് ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഇവരെല്ലാവരും വിദ്യയെ മാറി മാറി ഉപയോഗിക്കുന്ന കാഴ്ചകളെല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം വേദനയായി. മാത്രമല്ല വലിയ പേടികൾ വരാൻ തുടങ്ങി. എന്താണെന്നാൽ വിദ്യയുടെ 2 കാലുകൾ 2 ഭാഗത്തേക്കാക്കി കെട്ടിയിട്ട് വിദ്യയുടെ ഉൾവസ്ത്രം വിദ്യയുടെ വായിൽ തിരുകി ഒരു കോലുകൊണ്ട് വായിൽ കുത്തിയിറക്കുന്ന കാഴ്ചയെല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായിട്ട് ഞാൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നുമെന്നാണ് ആ ഒരു മാപ്പ് സാക്ഷി പോലീസിനോട് പറഞ്ഞത്. ഇവരെല്ലാവരും ഇത്രയധികം ഒരു ക്രൂരത ചെയ്യാൻ പോവുകയായിരുന്നുവെന്ന് ഞാൻ മുന്നേ അറിഞ്ഞിരുന്നുവെങ്കിൽ അത് തടുക്കാൻ ശ്രമിക്കുമായിരുന്നുവെന്നും മാത്രമല്ല ഇങ്ങനൊരു ക്രൂരതയ്ക്ക് ഞാൻ ഒരിക്കലും കൂട്ടുനിൽക്കില്ല എന്നുമെന്നാണ് അയാൾ പറഞ്ഞത്. ഈ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള സിസ്കുമാർ പോലീസുകാരോട് പറയുന്നത്, സംഭവം നടക്കുന്ന അന്ന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, മറ്റൊരു സ്ഥലത്ത് വേറെ റൂം എടുത്തിട്ട് താമസിക്കുകയായിരുന്നുവെന്നാണ് അയാൾ പറഞ്ഞത്. ആ ഒരു സമയത്ത് ആ ഒരു ദിവസം ഞാൻ ആ ലോഡ്ജിലുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളുമുണ്ട്, ആ ഒരു ദിവസത്തെ ഞാൻ സൈൻ ചെയ്ത ആ പേപ്പറും ആ ഒരു ലോഡ്ജിലുണ്ട് എന്ന് സിസ്കുമാർ പോലീസുകാരോട് പറയുകയാണ്. പക്ഷേ പോലീസുകാർ ആ ലോഡ്ജിൽ പോയി അന്വേഷിച്ച സമയത്ത് ആ ഒരു ദിവസം ആ ലോഡ്ജിലെ CCTV അന്നത്തെ ദിവസം വർക്ക് ചെയ്യുന്നില്ല എന്നും ആ ഒരു ദിവസത്തെ ലോഡ്ജിലെ ഒപ്പ് ബുക്കിൽ ആ ഒരു ദിവസത്തെ രജിസ്റ്റർ മാത്രം കാണാനില്ലായിരുന്നു. കേസ് നടക്കുന്ന സമയത്ത് ഇതേപോലുള്ള പല കാര്യങ്ങളും പറഞ്ഞ് പോലീസുകാരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു സിസ്കുമാർ. ഈ ഒരു കേസിൽ സംഭവം നടക്കുന്ന അന്ന് സിസ്കുമാർ ചെയ്തത് ഇതാണ്. അതായത് വിദ്യ ഇത്തരത്തിൽ ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് പെരിയത്തമ്പി സിസ്കുമാറിനെ വിളിച്ചു പറയുന്നു. സിസ്കുമാർ ഒരു ക്യാമറയും എടുത്ത് സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു. എന്നിട്ട് ഇവർ ഇത്തരത്തിൽ
വിദ്യയെ ചെയ്യുന്നതെല്ലാം തന്നെ അയാൾ വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിനുശേഷം ഇയാളും സിസ്കുമാറും വിദ്യയെ ശാരീരികമായിട്ട് ഉപയോഗിച്ചു. എല്ലാം കഴിഞ്ഞ ശേഷം സിസ്കുമാർ വലിയ വലിയ കമ്പനികൾക്ക് ആ ഒരു വീഡിയോ വിൽക്കുകയും ചെയ്തു. പോലീസ് സിസ്കുമാറിനോട് ആ വീഡിയോ ക്ലിപ്പിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പ് ഇല്ലായിരുന്നുവെന്നും ഇയാൾ പറഞ്ഞത്. എന്നാൽ അവന് ഇങ്ങനെ ആ കമ്പനികൾക്ക് ഈ ഒരു വീഡിയോ വിറ്റതിന്റെ പ്രൂഫുകളെല്ലാം തന്നെ പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കൂടെ ആ ഒരു വീഡിയോ ക്ലിപ്പും പോലീസുകാർക്ക് ലഭിക്കുകയാണ്. ഈ കേസിലെ 9 പ്രതികളിൽ നിശാന്തൻ, ചിന്നരാജ എന്ന് പറയുന്ന പ്രതികൾ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞ് അവരെ കോടതി വെറുതെ വിടുകയാണ്. സിസ്കുമാർ അടക്കമുള്ള ബാക്കി 7 പേർക്കും കോടതി ജീവപര്യന്തം വിധിച്ചു. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. നിങ്ങളെ മോശപ്പെട്ട രീതിയിൽ ആരെങ്കിലും നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഉറപ്പായാൽ നിങ്ങൾ നിങ്ങളുടെ പേരൻസിൻ്റെ അടുത്തോ ബന്ധുക്കളുടെ അടുത്തോ ഈ കാര്യം പറയുക. തൻ്റെ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം വരുമ്പോൾ ബാക്കി അവർ നോക്കിക്കോളും. അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് എന്നാരോ ഫോളോ ചെയ്യുന്നുണ്ട്, എന്നെ വല്ലാതെ നോക്കുന്നുണ്ട് എന്ന് ഏതെങ്കിലും സ്ത്രീകൾ പറഞ്ഞാൽ അത് എന്താണെന്ന് ഒന്ന് അന്വേഷിക്കുക. ഈ കേസിൽ വിദ്യയ്ക്ക് സംഭവിച്ചതും ഇത് തന്നെയാണ്. തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് വിദ്യ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ അത് അന്വേഷിച്ചിരുന്നുവെങ്കിൽ അന്ന് വിദ്യയ്ക്ക് ആ ഒരു സംഭവം നടക്കില്ലായിരുന്നു. ഈ വീഡിയോ കാണുന്ന ആണുങ്ങളോട് അതല്ലെങ്കിൽ ഈ കേസ് അറിയാവുന്ന ഞാനടക്കമുള്ള ആണുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സ്ത്രീകളുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ശരീരത്തിൽ ഒരിക്കലും തൊടാൻ നിൽക്കരുത്. എനിവേ, ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ പറയുക. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലുള്ള ഇൻവെസ്റ്റിഗേഷൻ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.